റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന നാം നമ്മുടെ നാടിനു വേണ്ടി പടനയിച്ച പലരെയും അനുസ്മരിക്കാറുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ തന്നെ രാഷ്ട്രസേവനത്തിൽ തൽപരനായിരുന്ന മലബാർ സ്പെഷ്യൽ പോലീസിലെ അംഗമായിരുന്ന ശങ്കരൻകുട്ടി നായർക്ക് ഇന്നും ഓർമ്മകളിൽ അന്നത്തെ ഭീകരരൂപങ്ങൾ ദൃശ്യമാകുന്നു. ഒരു റിപ്പോർട്ട്. പൂവത്തിക്കൽ ശങ്കരൻകുട്ടി നായർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് MSP ക്യാമ്പിലേക്കാണ്. ഒളിച്ചോട്ടം എന്ന് വെച്ചാൽ ഇത്തിരി കടന്ന ഓട്ടവും. പരമ്പരാഗത കൃഷിക്കാരായിരുന്ന കുടുംബം, ധാരാളം കൃഷിസ്ഥലങ്ങളും കൃഷിയും. മണ്ണിനോട് മല്ലിട്ടുമടുത്ത ശങ്കരൻകുട്ടി നായരും ഒരു കൂട്ടുകാരനും കൂടെ രക്ഷപ്പെടുകയായിരുന്നു. രാത്രിയിൽ തോണി കടന്ന് അരീക്കോട് നിന്ന് ബസ് കയറി മലപ്പുറത്തെത്തിയ കഥ പറയുമ്പോൾ കണ്ടം വിറയ്ക്കുന്നു, കണ്ണുകൾ വിതുമ്പുന്നു, വാക്കുകൾ മുറിയുന്നു. ഓർമ്മകൾ ഹൃദയത്തെ കീറിമുറിക്കുന്ന ഒരു അനുഭവമാണ് ആ വൃദ്ധനിപ്പോൾ. MSPയിൽ ചേർന്ന് മലപ്പുറം, കുളപ്പറമ്പ്, കോഴിപ്പറമ്പ്, വാറങ്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലായി പരിശീലനം പൂർത്തിയാക്കി. ആദ്യത്തെ നിയമനം ആന്ധ്രയിലായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് നിരോധിത കാലമായിരുന്നതിനാൽ ആളുകളെ പിടിച്ച് തെറ്റു ചെയ്തവരെയും ചെയ്യാത്തവരെയും മർദ്ദിക്കുന്ന കാലം ഓർക്കുമ്പോഴേ ഹൃദയവേദനയാൽ വിതുമ്പുകയാണ് ഈ വൃദ്ധൻ. ബാക്കി വന്നത് പറയാൻ കഴിയാത്ത അവസ്ഥയും. 1950 EMSനെ പിടികൂടാനായി 3 കമ്പനി പോലീസ് യാത്രയായതിൽ ഒരാൾ ശങ്കരൻകുട്ടി നായരായിരുന്നു. ഏലംകുളം മനയിൽ പരിശോധന നടത്തിയ സംഘത്തിലെ പോലീസ് സ്ത്രീകളോട് പുറത്തേക്ക് പോകുവാൻ കൽപ്പിക്കുകയും അന്നത്തെ ആചാരപ്രകാരം സ്ത്രീകൾ മുഖവും ശരീരവും മറച്ച് പുറത്തുപോയപ്പോൾ EMSും അക്കൂട്ടത്തിൽ രക്ഷപ്പെട്ട കഥയും ഇന്നലത്തെ പോലെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. ഒരു കമ്പനി ഇവിടെ വഴിയാണ് സ്ത്രീകളൊക്കെ പുറത്തിറങ്ങി ഇന്നത്തെ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞപ്പോ സ്ത്രീകളൊക്കെ ഇറങ്ങി. 5 സ്ത്രീകൾ ഇറങ്ങിപ്പോയി. ഒരു സ്ത്രീ മറ്റേ ഇയാളാണ് EMS. ആദ്യം കേൾക്കോളെന്ന് പറഞ്ഞപ്പം 4 സ്ത്രീകളാവില്ല ഒരാള്. മറ്റേ സ്ത്രീ സ്ഥലം വിട്ടു കഴിഞ്ഞു. പ്രധാനമന്ത്രി കോട്ടയത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അംഗരക്ഷകരിൽ ഒരാളാകാൻ കഴിഞ്ഞതും വലിയ ഒരു ഭാഗ്യമായി കണക്കാക്കുന്നു ഈ വൃദ്ധൻ. ഏറ്റവും വിശ്വസ്തരായവരെ മാത്രമേ അംഗരക്ഷകരായി എടുക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരിൽ ഒരാളായ മൊയ്തു മൗലവിയും സംഘവും ജാഥയായി വന്നപ്പോൾ അന്ന് ശങ്കരൻകുട്ടി നായർ കുട്ടിയാണ്. മോനെ, ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. അന്ന് വെള്ളം കിട്ടാൻ ദൂരെ പോകണം. വെള്ളവുമായി എത്തിയപ്പോഴേക്കും ജാഥ പൊയ്ക്കഴിഞ്ഞിരുന്നു. ബ്രിട്ടീഷ് പോലീസിനെ പേടിച്ചിരുന്ന അക്കാലത്ത് വെള്ളത്തിനായി കാത്തു നിൽക്കാതെ അവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി എടുത്ത ത്യാഗമോർത്താൽ നാം എത്രമാത്രം ദുഃഖിക്കണമെന്ന് വിതുമ്പലോടെ ഓർക്കുകയാണിവിടെ. വീട്ടിൽ വന്ന് വെള്ളം മുക്കിയിട്ട് റോഡിലേക്ക് അന്നാൾക്ക് നിൽക്കാൻ കഴിയില്ല, അവർക്കും കാണാൻ പാടില്ല. അവരെ ആ വെള്ളം ഞാൻ കൊണ്ടുവന്നപ്പോ ഇവര് സ്ഥലം വിട്ടു. ദാഹിച്ചു കൊണ്ട് അതൊക്കെ ആ കാര്യമൊക്കെ അതൊക്കെ വന്നത്. അപ്പോഴും അവരെ കണ്ടാ പിടിച്ചടിച്ചിട്ടും പോലീസ് ഇങ്ങനെ നടക്കണ്ടേ. ആന്ധ്രയിൽ വെച്ച് അസുഖം പിടിപെട്ടതിനെ തുടർന്ന് നീണ്ട ചികിത്സയ്ക്ക് ശേഷം നാട്ടിലേക്ക് പോരേണ്ടി വന്നു. ആകെ 10 വർഷത്തെ സേവനം മാത്രം. എന്നാൽ ഇപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്നും MSPയിൽ തുടരണമായിരുന്നുവെന്നുള്ള ആഗ്രഹം ബാക്കിയിരിക്കുന്നു. ഗവൺമെന്റ് ആശുപത്രിക്കുള്ള 50 സെന്റ് സ്ഥലം ഈ സുമനസിന്റെ സഹായമാണ്. നമുക്കൊരിക്കലും മറക്കാനാകാത്ത ഘടകവും കൂടിയാണിത്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് ഇതുപോലെയുള്ളവർ ഓർമ്മയായിരിക്കട്ടെ.